Hello, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണസദ്യ വിഭവമായിട്ടുള്ള ഓലന്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും നല്ല രുചിയുള്ളതുമായിട്ടുള്ള ഒരു സദ്യ വിഭവമാണിത്. നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വൻപയറും കുമ്പളങ്ങയൊക്കെ ചേർത്തിട്ടാണ്. തേങ്ങാപ്പാലിന്റെയും പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ സ്വാദ് മുന്നിട്ട് നിൽക്കുന്ന ഈ ഒരു ഓണസദ്യ വിഭവം എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 കപ്പ് വൻപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തലേ ദിവസം കുതിർത്തെടുത്തതാണ്. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം കേട്ടോ. നിങ്ങളുടെ കുക്കർ പെട്ടെന്ന് വെള്ളം വറ്റുന്ന ഒരു ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. കുതിർത്തതായതുകൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ച ശേഷം ആവിയൊക്കെ കളഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആവുക. നന്നായിട്ട് വെന്തുടയാനും പാടില്ല. ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ വെന്ത് കിട്ടുകയും വേണം. ഇതിലൊരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് ഊറ്റി കളയണം കേട്ടോ. ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് നമ്മളിവിടെ ഊറ്റി കളയുന്നൊന്നുമില്ല. നമ്മൾ ഓലൻ തയ്യാറാക്കുന്ന പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒരുമിച്ചാണ് ഇനി വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വൻപയർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൂടി പോവരുത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഒരു വൻപയർ വേവിച്ചതിലുള്ള കുറച്ച് വെള്ളം തന്നെ മതിയാവും. കുമ്പളങ്ങ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നതുവരെ ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും. ഈ ഒരു കുമ്പളങ്ങ കഷ്ണങ്ങൾ ആ ഒരു വെള്ള കളറിൽ നിന്ന് മാറി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറും കേട്ടോ. വെന്ത് വരുമ്പോൾ ഇത്രയും മതിയാവും. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവരുത്. ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇളക്കി കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് വെട്ടി തിളപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതുപോലെ 3-4 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ഇതിവിടെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു സദ്യ വിഭവം നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ ആ ഒരു ഓലനിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്